ഹായ്, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും പല കാര്യങ്ങളിലും നിങ്ങൾ കുറ്റക്കാരാകുന്നുണ്ടോ? എങ്കിൽ നീ മൗനിയായി ഇരിക്കരുത്. ഇരുതലയും മൂർച്ചയുള്ള ഒരു വാളായി മാറണം. പടപൊരുതണം. കുറ്റാരോപിതരായ കുറ്റക്കാരല്ലാത്തവർ ഒന്നും മിണ്ടാതെ നാളെ സത്യം തെളിയും എന്ന് പറഞ്ഞിരുന്നാൽ ലോകം മുഴുവൻ അവനെതിരെ ആഞ്ഞടിക്കും. നിങ്ങളുടെ പക്ഷത്താണ് സത്യമെങ്കിൽ പ്രതികരിക്കാതിരിക്കരുത്. കാരണം അപ്പുറത്ത് വാദിക്കുന്നവർ എത്ര വലിയ ശക്തിയാണെങ്കിലും തെറ്റ് ചെയ്യാത്ത പക്ഷം നമ്മിൽ തെറ്റില്ലെന്ന ബോധ്യമുണ്ടെങ്കിൽ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്നിവിടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരാണ് കുറ്റക്കാരായി മാറുന്നത്. തെറ്റിനെ ചോദ്യം ചെയ്യുന്നവരും പ്രതികരിക്കുന്നവരുമൊക്കെയാവും സമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരാകുന്നത്. ചിലപ്പോൾ അതിൻ്റെ കൂടെ അഹങ്കാരി അല്ലെങ്കിൽ തന്നിഷ്ടക്കാരി, പോക്ക് കേസ് എന്നൊക്കെ ആളുകൾ വേറെ പേരുകളൊക്കെ ചാർത്തിത്തരും. എന്നിരുന്നാലും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചേ പറ്റൂ. ഒന്നിനും പോകാതെ മിണ്ടാതെ മൂലയിലിരുന്നാൽ ഒരു പക്ഷേ നല്ല കുട്ടി എന്ന സർട്ടിഫിക്കറ്റ് കിട്ടുമായിരിക്കും, പാവം കുട്ടി എന്നും. എന്നാൽ നിങ്ങളൊന്ന് പ്രതികരിച്ചു നോക്കൂ. അപ്പോൾ മുതൽ നിങ്ങൾ തന്നെയാവും മോശം കുട്ടിയും മോശം സ്വഭാവക്കാരും. എന്നാൽ എല്ലാം സഹിച്ച് മറ്റുള്ളവരെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിച്ച് ജീവിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. തെറ്റാണെന്ന് ബോധ്യമായ കാര്യം സഹിക്കുന്നതിനും അപ്പുറത്താണെങ്കിൽ അതിൽ നന്നായി തന്നെ പ്രതികരിക്കുക. മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടി സ്വന്തം വ്യക്തിത്വം കളയാതെ നോക്കുക. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധമുണ്ടായാൽ മതി. പ്രതികരണ ശേഷിയൊക്കെ താനെ വന്നോളും. എന്നും എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും മിണ്ടാതെ നല്ലതായിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവർ ചെയ്യുന്നത് ഒരു പക്ഷേ അവർക്ക് ശരിയായിരിക്കാം. അതിൽ നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ അവരത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വിലപ്പെട്ട സന്തോഷവും സമയവും മനസമാധാനവും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തിന് അതിന് നിന്നു കൊടുക്കണം? അർഹതയില്ലാത്തവർക്കും നന്ദിയില്ലാത്തവർക്കും വേണ്ടി നീ ചിലവഴിക്കുന്ന നിന്റെ സമയമുണ്ടല്ലോ, അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരാനഷ്ടം. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ഒന്നിനും മൗനം നന്നല്ല. സോ യു പ്രതികരിക്കുക. അതല്ല നാട്ടുകാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടലാണ് ഉദ്ദേശമെങ്കിൽ മൃഷ്ടാനം ഭോജിച്ച് വാലും മടക്കി കിടന്നാൽ മതിയാകും. പക്ഷെ നീ ചെയ്യേണ്ടത് അതല്ല. തെറ്റ് നിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നീ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ ആളുകൾ നിന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ചിന്ത നിനക്ക് വേണ്ടേ വേണ്ട. ഇന്ന് കുറ്റം പറയുന്നവർ അവർ ആരാണെങ്കിലും നാളെ നിന്നെ സല്യൂട്ട് അടിക്കുക തന്നെ ചെയ്യും. ബൈ മോട്ടിവേഷൻ മലയാളം.